ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം, അതിൻ്റെ 29, 30, 31 വാക്യങ്ങൾ. എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെയും ലോകജാതി അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. അവൻ്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും. കർത്താവ് പറയുകയാണ്, നാളത്തെക്കുറിച്ചുള്ള വിചാരം വേണ്ട, ആകുലീത്തരാവേണ്ട. കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഇതെല്ലാം നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അതിന് തൊട്ടു മുമ്പ് പറയുന്നുണ്ട്, ആകാശത്തിലെ പറവള നോക്കാൻ പറയുന്നുണ്ട്, പാമ്പിനെ നോക്കാൻ, അവയൊക്കെ ദൈവം പുലർത്തുന്നുണ്ട്. ദൈവം പുലർത്തുമെന്ന് പറഞ്ഞാൽ പുലർത്തും, അത് യാതൊരു സംശയം വേണ്ട. നമ്മൾ പഴയ നിയമത്തിലായാലും ഈ പുതിയ നിയമത്തിലൂടെ കടന്നു പോയാലും ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നവർക്ക് ഒരിക്കലും ഒരു ഭക്ഷണത്തിനോ ഒന്നും ഒരു കുറവ് വന്നിട്ടില്ല. ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ദൈവീയമായ അനുഭവത്തിലൂടെ കഴിയുന്നവർക്ക്, നാളെക്കുറിച്ച് ചിന്തയില്ലാത്തവർക്ക്, ദൈവത്തെ മാത്രം ധ്യാനിക്കുമല്ലോ, നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യണം. ഞാൻ പറഞ്ഞത്, അത് കൂടെ ദൈവീയമായ അനുഭവത്തിലൂടെ കഴിയുന്നവർക്ക് നാളെക്കുറിച്ച് ചിന്തയില്ല, സന്തോഷമായി ദൈവം പുലർത്തുമെന്ന് തന്നെ പുലർത്തും. ഇവിടെ അതാണ് പറയുന്നത്, നാളെ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്നാൽ നാളെക്കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെക്കുറിച്ചായാലും ഭാവിയെക്കുറിച്ചായാലും ഒക്കെ ചിന്തിച്ചിങ്ങനെ വിഷമിച്ച് വെറുതെ അസുഖമൊക്കെ ഉണ്ടാക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട. അതായത് നമ്മൾ പലപ്പോഴും അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഒരു മുടി നമുക്ക് പൊഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാൻ പറ്റാത്തവരാണ്. നമ്മുടെ ഉയരം ഒരു ഇത്തിരി 1 സെൻറ്റിമീറ്റർ പോലും നീട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല. നമ്മുടെ ആയുസ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. പിന്നെ എന്തിനാ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുക? അപ്പം അങ്ങനെ ഒരു സംഭവം, അതായത് നമുക്കറിയാം, മർത്തോമാ സഭയിലൊക്കെ ഈ ഉപദേശിമാരുണ്ട്. അതായത് ദൈവവചനം കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അച്ഛൻ്റെ കൂടെ ഒരു ഉപദേശി കൂടെ നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് 3 പെൺമക്കളാണ്. അദ്ദേഹം ഇങ്ങനെ വളരെ സാധുവായ നല്ലൊരു മനുഷ്യനാണ്. അതായത് ദൈവത്തിന് മറുത്തൊന്നും ചെയ്യാത്ത ഒരു നല്ലൊരു ഉപദേശിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ 3 മക്കൾ ഒരുപോലെ ഇങ്ങനെ വളർന്നു വരുന്നു, പഠിക്കുകയാണ്. അപ്പം പലപ്പോഴും ഈ വീട്ടിൽ ചെറിയൊരു വീടാണ്. ആ വീട്ടിൽ ഇങ്ങനെ 5 അംഗങ്ങളാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, അച്ഛന്മാരോ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ആരെങ്കിലും വന്നാലോ അയൽവക്കാരോ ആര് വന്നാലും ശരി, നല്ലപോലെ അവരെ സൽക്കരിക്കും. അല്ലെങ്കിൽ ഉടൻ തന്നെ ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ അവരെ നല്ലപോലെ കരുതും. വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം ഒക്കെ കഴിപ്പിക്കാതെ വിടത്തില്ല. ഇങ്ങനെ ഈ കൂടെയുള്ള അച്ഛന് പലപ്പോഴും ഇത് കണ്ടുണ്ട്. അപ്പം പറഞ്ഞു, അച്ഛായ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പൈസ 5 പൈസ നിൽക്കത്തുമില്ല എന്ന് പറഞ്ഞപ്പം ഉപദേശി പറഞ്ഞു, അച്ഛാ ദൈവം കരുതിക്കോളും എന്ന് പറഞ്ഞു. ദൈവത്തിന് ഹിതമായുള്ളത് ചെയ്യുന്നു, ദൈവം അതിന് തക്ക സമയത്ത് ഉത്തരം തരും, കാത്തുകൊള്ളും എന്ന് പറഞ്ഞ് ഇതെല്ലാം പറയുന്നുണ്ട്. കാക്കയെ പുലർത്തുന്ന ദൈവം അതിനെ പുലർത്തുമെന്ന് പറയുന്നുണ്ട്. ഒരു പുരോഹിതന് അങ്ങനെ വന്നപ്പം ആ അച്ഛൻ തന്നെ പറഞ്ഞ സംഗതിയായത്. അപ്പോൾ ആ പുരോഹിതൻ പോലും അല്പം ഇതായിപ്പോയി. ഒരു പുരോഹിതനായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ നോക്കണേ, ഉപദേശി ഈ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ആ അച്ഛന് തന്നെയാലും കുറ്റബോധം വന്നു. അങ്ങനെ ആ അച്ഛൻ അവിടെ നിന്ന് മാറി, അച്ഛന് വിദേശത്തൊരിടത്ത് അച്ഛൻ്റെ ഈ ട്രാൻസ്ഫറായി മാറി. അങ്ങനെ ഒരു ദിവസം അച്ഛൻ ആ വിദേശത്ത് ഒരു പള്ളിയിലൊരു പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോഴും അദ്ദേഹം അച്ഛന് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലോട്ട് കൊണ്ടുപോയി. കൺവെൻഷനൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉപദേശി നാട്ടിൽ നിന്ന് വിളിച്ചു അച്ഛനെ. അപ്പം അച്ഛനോട് പറഞ്ഞു, അച്ഛാ മോള് PDC ഒക്കെ പാസ്സായി, UC കോളേജിൽ ഒരു അഡ്മിഷൻ വേണം, അവൾക്ക് കണക്കാണ് താല്പര്യം. അച്ഛന് മാർക്ക് വലിയ കുറവില്ല, വലുതായിട്ടില്ല, പരാപരം പാസ്സായുള്ളൂ. അച്ഛന് ആരെങ്കിലും പരിചയമോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞു, എനിക്ക് ഒരു പരിചയവുമില്ല, ഞാനാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ പരിചയമൊന്നുമില്ല, അങ്ങനെയുള്ള ഇടപെടലുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനിങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് കയ്യൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പം ആ ഊണ് കൊടുത്ത ആൾ, ആ വീട്ടിൻ്റെ ഉടമ ചോദിച്ചു, അച്ഛൻ UC കോളേജിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടല്ലോ, അതെന്താ എന്ന് ചോദിച്ചു. അപ്പം ഈ അച്ഛൻ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, UC കോളേജിൽ തന്നെ പോകണമെന്നുണ്ടോ? കാരണം ഞങ്ങൾ
ഞങ്ങൾ കുറേ ഇതുപോലെ റിട്ടയർഡ് ഗാൻസും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കൂടി ഞങ്ങൾ ദശാംശം മാറ്റി വെച്ച് ഇങ്ങനെ സാധുക്കളായ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ഇതാണ്, പഠിപ്പിക്കുവാണ് എന്ന് പറഞ്ഞ് അവരറിയാതെ തന്നെ ആരാ ചിലവാക്കുന്നത് അറിയാതെ തന്നെ ഒരു കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുന്നു, അവരറിയാതെ തന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് ഒത്തിരി സന്തോഷമായി. ഒടുവിൽ ഇവരുടെ ആ സംഘടന ഈ 3 കുട്ടികളുടെയും പഠിത്തം ഏറ്റെടുത്ത് അവർ നല്ല നിലയിൽ എൻജിനീയറിംഗ് ആണ് പഠിക്കുന്നത്. എൻജിനീയറിംഗ് പഠിച്ച് 3 പേരും നല്ല നിലയിലായി. പ്രിയമുള്ളവരെ, ദൈവം പുലർത്തുമെന്ന് പറഞ്ഞാൽ പുലർത്തും. അതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സുവിശേഷം ദൈവത്തെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശിക്ക് യാതൊരു ചിന്തയുമില്ല, ദൈവം നടത്തുമെന്നൊരു ചിന്തയുണ്ട്. ഒരു ഫോൺ കോള്, അതായത് പറ്റുമെങ്കിൽ അച്ഛൻ ഇപ്പോൾ അങ്ങോട്ട് പോയതാണ്, അവൻ്റെ കൂടെ പരിചയമുള്ളൊരു അച്ഛനാണ്. അച്ഛനെ ഒന്ന് വിളിച്ചു, അച്ഛനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ദൈവം അവിടെ ഇടപെടുകയാണ്. ആ വീട്ടുടയവനെ അദ്ദേഹത്തിലൂടെ ദൈവം അവിടെ പ്രവർത്തിക്കുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാളത്തെക്കുറിച്ച് വലിയ ചിന്തയൊന്നും വേണ്ട. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുക, ദൈവം തക്ക സമയത്ത് നമുക്ക് മറുപടി തരും. അതുകൊണ്ട് നാളെയെക്കുറിച്ച് ആകുലതരാകാതെ ചിന്തിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.